ഹലോ ഗൈസ്, കൺമണി വ്ളോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ പിന്നെ എന്തൊക്കെയുണ്ട് നിങ്ങളെ വിശേഷങ്ങളൊക്കെ? എല്ലാവരും സുഖമായിട്ടിരിക്കണോ? ഇവിടെയൊക്കെ നല്ല മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നൊരു മിനി വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാ രാവിലെ എനിക്ക് വന്ന് മഴയൊക്കെ കുറച്ച് നേരം നോക്കി നിന്ന് പിന്നെ അടുക്കളയ്ക്ക് കയറി കേട്ടോ. അപ്പോൾ ഇന്നൊരു ഞായറാഴ്ച ദിവസമാണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റായിട്ടൊക്കെയാണ് എനിക്ക് വന്നതും. ദോശ ഉണ്ടാക്കി, പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ അരച്ചു, പിന്നെ കുറച്ച് സാമ്പാറും ഉണ്ടാക്കി കേട്ടോ. എന്നും ഞാൻ വറുത്തരച്ചിട്ടൊക്കെ സാമ്പാർ വയ്ക്കാറ്. ഇന്ന് മഴയെ കാരണം മടിയായിട്ട് സാമ്പാർ കൂടി ഇട്ടാണ്ട് സാമ്പാർ വെച്ചു. പക്ഷേ അടിപൊളി ടേസ്റ്റായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി ഇരുന്ന് ചായയൊക്കെ കുടിച്ചു. പിന്നെ ഇന്നൊരു പരിപാടി ഉണ്ടായിരുന്നു പോകാനായിട്ട്. പക്ഷേ നല്ല മഴയെ കാരണം ഞങ്ങൾ ഈ വണ്ടിയിലൊന്നും പോകാൻ പറ്റില്ല. അങ്ങനെ ഞങ്ങളുടെ പാപ്പൻ്റെ ഒരു വണ്ടി, അതായത് ഓട്ടോ എടുത്തിട്ടാണ് പോണത്. അപ്പോൾ അതാണ് ഓട്ടോയിൽ കയറിയിട്ടോ ഞങ്ങൾ. അപ്പോൾ ഇതാ നല്ല മഴ ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ഒരു അമ്പലം കണ്ടോ, നീലത്താമര ഫിലിം ഷൂട്ട് ചെയ്ത അമ്പലം കേട്ടോ. ഇടയ്ക്കൊക്കെ പോകാറുണ്ട്, ഇപ്പോൾ കുറേ പോയിട്ട്. അപ്പോൾ അത് ഞങ്ങളെല്ലാവരും കൂടി ഓട്ടോറിക്ഷയിലിരിക്കുന്നുണ്ട്. ഓട്ടോറിക്ഷ ഓടിക്കണ ആൾ ഏട്ടനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വഴി വന്നിട്ട് ഭയങ്കര വളവും തിരിവൊക്കെയാണ്. അതെനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഈ വഴി വരാൻ. അങ്ങനെ ഈ വീഡിയോസ് എടുക്കൽ കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ കിടന്നു. പിന്നെ ഞങ്ങളത് നേരെ മണ്ഡപത്തിലൊക്കെ എത്തി. മണ്ഡപത്തിൽ പക്ഷേ ആരും ഉണ്ടായിരുന്നില്ല. ഒരു 11 മണിയായിട്ട് തന്നെ എത്തിയത്, പക്ഷേ കുറച്ച് ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവരൊക്കെ വരെ അവിടെ കാത്തിരുന്നു കേട്ടോ. അപ്പോൾ ഇതിൽ മുന്നത്തെ നമ്മുടെ ഒരു വളകാപ്പിൻ്റെ ഒരു വീഡിയോ ഉണ്ട്. അപ്പോൾ ഞാനത് ഇതിൽ കൂടെ നേടിയതുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് കണ്ടിട്ട് വന്നാലോ. അപ്പോൾ അതാ ഗൈസ്, സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ ഒരു മേശൊക്കെ ഇട്ടിട്ട് അവിടെ ലഡു, ജിലേബി, പിന്നെ കുറച്ച് വളകൾ, പിന്നെ ചന്ദനം, അങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെ കൊണ്ടുവന്ന് വെച്ചു. പിന്നെ ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വന്നിട്ട് എൻ്റെ ഏത്തിയമ്മയുടെ നാത്തൂനാണ്, അതാണ് ആളുടെ ഭർത്താവ്, അതായത് ഏത്തിയമ്മയുടെ ആങ്ങള. അപ്പോൾ എല്ലാവരും വന്നിട്ട് ഇതേ വളമൊക്കെ ഇട്ട് കൊടുക്കേണ്ടത് ഗൈസ് ഞാനാണിത്. പിന്നെ ഞാനും കുറച്ച് വളമൊക്കെ ഇട്ടു കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഒരു ചടങ്ങ് കഴിഞ്ഞു. അപ്പോൾ ഗൈസ് ഇതാ പിന്നെ അവിടുന്ന് കഴിഞ്ഞ് പ്രസവമൊക്കെ കഴിഞ്ഞത് കുട്ടി വന്നു. പിന്നെ അതാ ഇന്നത്തെ നമ്മുടെ വീഡിയോ റിപ്പീറ്റ്. പിന്നെ ശ്രീയാനൊക്കെ അതാ അവിടെ ജ്യൂസൊക്കെ കുടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. ചെന്നപ്പോൾ വലിയ മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതേ പോണതാണ് എൻ്റെ എഴുത്തിയമ്മ. വീഡിയോയിൽ മാത്രമാണ് ഞാൻ എഴുത്തിയമ്മ എന്ന് വിളിക്കുക. പിന്നെ ഞാൻ പേരാട്ടോ വിളിക്കാറ്, ഗ്രീഷ്മ മാത്രമേ ഞാൻ വിളിക്കാറുള്ളൂ. അങ്ങനെ ഇതാ പേരുള്ള ചടങ്ങൊക്കെ തുടങ്ങുകയായി. നിലവിളക്കൊക്കെ കത്തിച്ച് വെച്ച് അച്ഛനും അമ്മയൊക്കെ ഇരുന്ന് ഉണ്ണീനതെ അച്ഛൻ്റെ കയ്യിലാണ് കേട്ടോ ഇരിക്കുന്നത്. അങ്ങനെ പേര് വന്നിട്ട് തേജസ് രുദ്ര എന്നാണ്. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ പേര്, നല്ലൊരു വെറൈറ്റി ഉണ്ട്. അപ്പോൾ തേജുട്ടെന്നാണ് വിളിക്കണേ. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയ്ക്ക് നല്ല അടിപൊളി പാട്ടൊക്കെ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഇത് കോപ്പിറൈറ്റ് അടിച്ചു ഗൈസ്. ഈ വീഡിയോ തന്നെ ഞാൻ 2 വട്ടം ഞാൻ പോസ്റ്റ് ചെയ്തിട്ട് കോപ്പിറൈറ്റ് കിട്ടിയിട്ട് ഡിലീറ്റ് ചെയ്ത വീഡിയോ ആണ്. അപ്പോൾ പാട്ട് ഞാനിപ്പോൾ ആഡ് ചെയ്യണില്ല. അപ്പോൾ എല്ലാവരും ഗിഫ്റ്റുകളൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഉണ്ണിക്ക് മേടിച്ച് ഗിഫ്റ്റൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ അടിപൊളിയായിട്ട് അങ്ങനെ നടന്നു. പിന്നെ ശ്രീയാൻ വളമിട്ട് കൊടുക്കാൻ കേട്ടോ ഉണ്ണിക്ക്. വളമിടാൻ പറഞ്ഞപ്പോൾ കൈ ചുരുക്കിയിട്ട് അവൻ്റെ കയ്യിലേക്ക് ഇടാനാണ് നോക്കണേ. പക്ഷേ എന്നിട്ട് അമ്മ പിടിച്ചിട്ട് ഉണ്ണിക്ക് കയ്യിലിട്ട് കൊടുത്തു കേട്ടോ. അങ്ങനെ പരിപാടിയൊക്കെ അടിപൊളിയായി. ഒരു പാട്ടൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറായാനെ. കണ്ണിൻ വാതിൽ ആ പാട്ടാട്ടോ ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അത് സെറ്റായില്ല. പോട്ടെ, പിന്നെ ശരിയാക്കാം. പിന്നെ ഇതാ പൊന്നുട്ടി വന്നിട്ട് ഒരു മോതിരമൊക്കെ ഇട്ട് കൊടുത്തു. പിന്നെ എല്ലാവരും ഫോട്ടോസ് എടുക്കലായി. പിന്നെ അടുത്ത ചടങ്ങ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഭക്ഷണം കഴിക്കലാണ്. അതെ ഗൈസ്, സന്നമാണ് ഉന്നെന്ന് പറഞ്ഞ പോലെ നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നു. ബിരിയാണി, സെപ്പറേറ്റ് റൈസും ചിക്കൻ റോസ്റ്റും അങ്ങനെയൊക്കെയുള്ളൊരു ഐറ്റംസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തൊക്കെ നല്ല മഴ വരുമ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമല്ലേ. അങ്ങനെ അടുത്ത പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തിട്ടോ. വീട്ടിൽ വന്നിട്ട് ഇതാ ഞാൻ ഏട്ടനും പിള്ളേരും കൂടി കുറച്ച് വീഡിയോസൊക്കെ കണ്ട് കുറച്ച് സമയമൊക്കെ ഇങ്ങനെ തമാശയൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോഴാണ് പെട്ടെന്ന് കുളത്തേക്ക് പോകാമെന്നുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായി. അങ്ങനെ മഴയൊന്നും ഇല്ലാത്ത സമയം നോക്കിയിട്ട് കുടയൊക്കെ എടുത്തിട്ട് തന്നെയാണ് പുറത്തേക്ക് പോയത്. അപ്പോൾ അതാണ് കേട്ടോ ഞങ്ങളുടെ നാട്ടിലെ അമ്പലമാണിത്, വിഷ്ണുശാസ്ത്ര അമ്പലം. ഈ അമ്പലത്തേക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അതിൻ്റെ അപ്പുറത്ത് തന്നെ വലിയൊരു ആലുണ്ട്, പിന്നെ ഒരു കുളമുണ്ട്, പാടമുണ്ട്. അങ്ങനെ അപ്പോൾ ഷർട്ട് ഇടാത്ത കാരണം ഞങ്ങൾ കളിയാക്കാണ് കേട്ടോ. അപ്പോൾ ശ്രീകുട്ടിയെ തോർത്ത് വെച്ചിട്ട് മറിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് അവിടെ കുറച്ച് ദൂരം അങ്ങോട്ട് നടന്ന് പോയി. അവിടെ തോടുണ്ട് കേട്ടോ, അധികം ആഴമൊന്നും ഇല്ലാത്തൊരു തോടാണ്. അപ്പോൾ അവിടെ കളിക്കാലോ എന്ന് പറഞ്ഞിട്ടാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് പാടൊക്കെ അത് നിറഞ്ഞൊഴുകി വരമ്പൊന്നും കാണാനില്ല കേട്ടോ. അപ്പോൾ അവരൊക്കെ എന്നെക്കാട്ടി മുന്നേ പോയി. ഞാനിതാ വരമ്പ് തപ്പി നടക്കുകയാണ്. അങ്ങനെ വെള്ളത്തിൽ കൂടെ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനത്തെ പിള്ളേർ വെള്ളത്തിൽ ഭയങ്കര കളിയാണ് കേട്ടോ. പനി വരും എന്തോ ഒന്നും അറിയില്ല. രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് വെള്ളത്തിൽ ഇറങ്ങി കളിക്കുന്നുണ്ട്. അങ്ങനെ തിരിച്ച് വരുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു കേട്ടോ. ഗംഭീര മഴ എന്ന് പറഞ്ഞാൽ ഗംഭീര മഴയായിരുന്നു. കുടയൊന്നും നിൽക്കണേണ്ടായിരുന്നില്ല, പറന്ന് പോവായിരുന്നു. കാറ്റും മഴയും ഒരുപോലെയായിരുന്നു. എങ്ങനെയൊക്കെയോ പിന്നെ അങ്ങനെ നടന്നെത്തി. അങ്ങനെ കഴിച്ച് നമ്മൾ കുളത്തിലെത്തി. അപ്പോൾ ആ കുളത്തിൽ കണ്ട ഒരു വൈറ്റ് കളറിലൊരല്ല, അതിൻ്റെ പേര് എനിക്കറിയില്ല. പക്ഷേ അത് അറ്റത്ത് പോയിട്ട് നീന്തി കുടിച്ചോണ്ടാ കേട്ടോ ചേട്ടൻ. അപ്പോൾ ഞാനത് കയ്യിൽ വെച്ചു. പിന്നെ അതാ ശ്രീകുട്ടീനെ നീന്താനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയൊക്കെയോ നീന്തി വരുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോകാൻ കേട്ടോ.
അപ്പോൾ അതാണ് ഞങ്ങളുടെ അമ്പലത്തിൽ നിന്ന് പോണ വഴി, വീട്ടിലേക്ക് പോണ വഴിയാണ്. കുളത്തിൽ നിന്ന് നേരെ കയറി ചെല്ലുന്നത് ഇവിടെ ഇങ്ങനെ ഒരു ആൽത്തറ, അത് കഴിഞ്ഞാൽ ഇവിടെ അമ്പലം, വിഷ്ണു ശാസ്താവിൻ്റെ അമ്പലമാണ് കേട്ടോ. അപ്പം ഇന്ന് തിരുമേൻ്റെ വണ്ടിയൊക്കെ കണ്ടപ്പോഴാണ് മനസ്സിലായത് ഇന്ന് 1-ാം തീയതി ആയിരുന്നു. കാരണം എന്താ വെച്ചാൽ മലയാള മാസത്തിൽ മാത്രമാണ് കേട്ടോ അവിടെ വൈകിട്ടും നട തുറക്കണേ. അല്ലാ ദിവസം രാവിലെ മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് വരുന്ന ദിവസങ്ങളിലുമാണ് വൈകിട്ട് നട തുറക്കുള്ളൂ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തി. അങ്ങനെ എൻ്റെ വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ കുറേ നാളായിട്ട് ഞാൻ എടുക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ബാറ്ററി പോയിട്ട് അതിങ്ങനെ സ്റ്റാർട്ടാക്കാൻ കുറച്ച് പണിയുണ്ട്. കിക്കർ അടിച്ചിട്ട് വേണം സ്റ്റാർട്ടാക്കണമെങ്കിൽ. അപ്പോൾ ഇന്നിപ്പോൾ അജിയേട്ടപ്പോൾ അത് എങ്ങനെയൊക്കെയോ അടിച്ചടിച്ച് സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ പെട്രോൾ അടിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. ആ സമയത്ത് നമ്മളെ ശ്രീകുട്ടി കുളിയൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നേ, അപ്പോൾ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. അങ്ങനെ ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചായയൊക്കെ ഉണ്ടാക്കി, കുറച്ച് കൊള്ളി ഉണ്ടായിരുന്നു അതൊക്കെ പുഴുങ്ങി, പിന്നെ കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി. അങ്ങനെ വൈകിട്ടത്തെ ചായക്ക് ഇതായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല മഴ പെയ്തിരിക്കുമ്പോൾ ഇതൊക്കെ കഴിക്കാനായിട്ട് നല്ല രസമാണല്ലേ. ഇതായിരുന്നു ഗൈസ് നമ്മുടെ ചെറിയൊരു മിനി വ്ളോഗ്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂടിയിട്ടുണ്ട്, അപ്പോൾ ബോറടിപ്പിച്ച് വെച്ചെങ്കിൽ ക്ഷമിക്കണം കേട്ടോ. പിന്നെ നിങ്ങൾ വീഡിയോസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. വീണ്ടും നമുക്കൊരു വീഡിയോയിലൂടെ കാണാം. അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ, സീ യു.